ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ സിനിമയായ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിലേക്കാണ്. അപ്പോൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വരെ മാർവൽ ഹോളിവുഡിൽ ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. കാരണം അവർ ചെയ്യുന്ന പടങ്ങളെല്ലാം $1 ബില്യൺ മൂവീസ്, എല്ലാം ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം പിന്നീട് വന്ന സിനിമകളൊന്നും അങ്ങോട്ട് അത്രയ്ക്ക് ക്ലച്ച് പിടിച്ചില്ല. ഇടയ്ക്ക് സ്പൈഡർമാൻ്റെ ഒരു പടം കണ്ട വന്ന് കുറച്ച് സക്സസ് ആയി എന്നുള്ളതല്ലാതെ അതിനിപ്പുറത്തേക്ക് അധികം ഓടിയ പടങ്ങളൊന്നും തന്നെയും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം അവരുടെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറയുന്ന സിനിമ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അവരുടെ ഫാൻസിൻ്റെയും വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാര്യം 1-2 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, റയാൻ റെയ്നോൾഡ്സ് ഡെഡ്പൂളിൻ്റെ ക്യാരക്ടറിൽ വരുന്നു. പുള്ളിയുടെ ഒരു യൂഷ്വൽ ചാമിലൂടെ ഭയങ്കര വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുത്തൊരു ക്യാരക്ടറാണ് ഡെഡ്പൂൾ, അയൺ മാനെ പോലെ തന്നെ ഡെഡ്പൂൾ. അതിൻ്റെ കൂടെ വൂൾവറിനായിട്ട് ഹ്യൂ ജാക്ക്മാൻ വരുന്നു. ഈ വൂൾവറിൻ ശരിക്കും മാർവൽ യൂണിവേഴ്സിലുള്ള ഒരു ക്യാരക്ടറല്ല. പക്ഷേ ഈ ടേക്ക് ഓവേഴ്സിൻ്റെയും ഡീൽസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫോക്സും ഡിസ്നിയും മാർവലും ഒക്കെ ഉൾപ്പെടുന്ന മൾട്ടിപ്പിൾ ബിസിനസ് ഡീലിൻ്റെ ഭാഗമായിട്ട് ഈ എക്സ്മാനിൻ്റെ റൈറ്റ്സൊക്കെ, കോപ്പി റൈറ്റ്സൊക്കെ മാർവലിൻ്റെ അടുത്ത് എത്തുകയും മാർവൽ എക്സ്മെനും അവരുടെ ആ ഗ്യാങ്ങിനെയൊക്കെ ഡെഡ്പൂളിൻ്റെ അല്ലെങ്കിൽ മാർവലിൻ്റെ യൂണിവേഴ്സിലേക്ക് ബ്ലെൻഡിങ് ചെയ്യുകയാണ് ഈ സിനിമയിലൂടെ. അപ്പോൾ ഹ്യൂ ജാക്ക്മാൻ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു വലിയ സംഭവം. കാരണം ലോഗൻ എന്ന സിനിമയിലൂടെ ബേസിക്കലി അവർ ആ ക്യാരക്ടറിന് റിട്ടയർമെൻറ്റ് കൊടുത്തതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വരുവാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് സംഭവിച്ചതെന്നുള്ളൊരു ആകാംക്ഷ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള മാർവൽ ഫാൻസും സിനിമ ഫാൻസും എല്ലാം കാത്തിരുന്ന ഒരു സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞാൽ. ഇനി ഈ സിനിമേൻ്റെ ഒരു ഡീറ്റെയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിവേഴ്സാണ് കഥ നടക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ പല യൂണിവേഴ്സുകളും പാരലായിട്ട് റൺ ചെയ്യുവാണ്. അപ്പോൾ അതിൽ എല്ലാ യൂണിവേഴ്സുകളും ഡെഡ്പൂളുണ്ട്, വൂൾവറിനുണ്ട്. അങ്ങനെ കറൻ്റ്ലി ഉള്ള ഒരു യൂണിവേഴ്സ് നശിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലെ ഡെഡ്പൂൾ വൂൾവറിനെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നതും പിന്നീട് രക്ഷപ്പെടുത്തുന്നതും പിന്നെ യൂണിവേഴ്സിനെ രക്ഷിക്കുന്നതൊക്കെയാണ് സിനിമയുടെ കഥ. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സിനിമയുടെ ഒരു വൺ ലൈൻ വളരെ സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രസൻറ്റേഷൻ വളരെ എൻ്റർടൈൻഡ് ആയിട്ടാണ്, ലെയറായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മാർവൽ കോമിക് ഫാനൊന്നുമല്ല, ബാലരമ വായിച്ചിട്ടുള്ള കോമിക് അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എന്നാലും ആ ക്യാരക്ടേഴ്സ് ഓരോന്ന് വരുന്നതും അതിൻ്റെ ഒരു ലെയറിങ്ങും ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്സ് എല്ലാം ഗംഭീരമായ വിഷ്വൽ എഫക്ട്സ് ആണ്. സ്റ്റണ്ട് സീക്വൻസുകളുടെ അടിപൊളിയാണ്. സ്റ്റണ്ട് സീക്വൻസുകൾ മാത്രമല്ല, സ്റ്റണ്ട് സീക്വൻസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിക്കും അതിൻ്റെ ക്യാരക്ടർ സിറ്റുവേഷനും എല്ലാം നല്ലൊരു പുതുമയുള്ള ഒരു ഫ്രഷ്നെസ് ഉള്ള രീതിക്കാണ് മാർവൽ ചെയ്തിരിക്കുന്നത്. ഷോൺ ലെവിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ റയാൻ റെയ്നോൾഡ്സിൻ്റെ കോമഡി, ആക്ടിങ് ഫ്രണ്ടിൽ റയാൻ റെയ്നോൾഡ്സിൻ്റെ കോമഡി എൻഡ് ടു എൻഡ് പെർഫെക്റ്റ് കോമഡിയാണ്. പുള്ളി ഡെഡ്പൂളിലെ ചാം ക്യാരി ഓൺ ചെയ്യുവാണ്. ഹ്യൂ ജാക്ക്മാൻ വൂൾവറിനായിട്ട് തകർത്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. 1-2 ചെറിയ സ്ഥലങ്ങളിൽ പുള്ളിയുടെ ഡ്യൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അത് ചില ക്യാമറ ആംഗിളുകളിൽ നോക്കുമ്പോൾ മനസ്സിലാവും അത് ഹ്യൂ ജാക്ക്മാൻ അല്ല എന്നുള്ളത്. അപ്പോൾ അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ സിനിമ വളരെ എൻഗേജിങ് ആയിട്ട് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്ത് ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഷോൺ ലെവിക്കും മാർവലിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. മാർവൽ കുറേ നാളായി ഹിറ്റിൻ്റെ ഒരു വരൾച്ചയായിരുന്നു. ആ വരൾച്ച മാറ്റാനായിട്ട് ഈ സിനിമ തീർച്ചയായിട്ടും സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും ഓവർനൈറ്റ് ഷോസും ഒക്കെയാണ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ഷോസൊക്കെ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീക്കെൻഡ് നമുക്ക് തിയേറ്ററിൽ പോയൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. കുട്ടികളെ സിനിമ കാണിക്കാനായിട്ട് നോക്കണ്ട, കാരണം ഒരുപാട് വയലൻസ് സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ട് സിനിമ കാണുക. കോമിക് ഫാൻസിനൊക്കെ ഒരു വലിയ ഫീസ്റ്റ് ആയിരിക്കും ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്നതും ആ മൊമെൻറ്റ്സും എല്ലാം അതിൻ്റെ പീക്ക് ഗൂസ് ബമ്പിങ് സാധനങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഡയറക്ടറിനും അതിൻ്റെ റൈറ്റേഴ്സിനും എല്ലാം സാധിച്ചിട്ടുണ്ട്. റയാൻ റെയ്നോൾഡ്സ് ഇതിൻ്റെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഔട്ട് ആൻഡ് ഔട്ട് പാക്കേജാണ് ഈ സിനിമ. നല്ല തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് നല്ല കളർ ഗ്രേഡിങ്ങും അങ്ങനത്തെ വിഷ്വൽസും ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്.
അപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ്സ് എഴുതി കാണിച്ചതിന് ശേഷം പോരുത്. ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം അതിൽ വരുന്ന VFXൽ വരുന്ന ആൾക്കാരുടെ പേരെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്. ഇത്രയും വലിയ സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത് നിങ്ങൾ വലിയ സന്തോഷം തോന്നുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ പേരുകളൊക്കെ നോക്കുക. ഒരു 10,000 പേര് വർക്ക് ചെയ്യുന്ന മൂവിയാണ്. അതിൻ്റെ അകത്തൊരു എനിക്ക് തോന്നുന്നൊരു 500-600 ഇന്ത്യക്കാർ VFX അതിൻ്റെ ഈ അനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്, തീർച്ചയായിട്ടും അത് കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.